ഇടുക്കി പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. ബാങ്കിലെ നഷ്ടം അറ്റനഷ്ടമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തകർ രാജാക്കാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബാങ്കിന്റെ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം കോടികൾ നഷ്ടമുണ്ടെന്ന ആരോപണവുമായി സഹകാരികൾ രംഗത്ത് വരികയും ഭരണസമിതി അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. പ്രളയം, കോവിഡ് എന്നിവ കാരണം വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാത്തതിനാലാണ് നഷ്ടം സംഭവിച്ചതായി കണക്കിൽ കാണുന്നതെന്നും വായ്പ തിരിച്ചടയ്ക്കുമ്പോൾ ബാങ്ക് ലാഭത്തിലാകുമെന്നുമാണ്. നല്ല നിലയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നുമാണ് പ്രസിഡന്റ് ഭരണസമിതിയും അറിയിച്ചത്. അത് തെറ്റാണെന്നും 12 കോടി രൂപയുടെ കണക്കിനെക്കുറിച്ച് വ്യക്തതയില്ലെന്നും ബിനാമി വായ്പകൾ നൽകിയതായി തെളിവുണ്ടെന്നും അതിന്റെ പേരിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സഹകാരികളുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുകയും കൊടുത്ത പരാതിയെ സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഭരണസമിതിക്ക് അനുകൂലമായ നിലപാടാണ് ബാങ്കിന്റെ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാരും സ്വീകരിച്ചിരിക്കുന്നത്. തകർന്നു കിടക്കുന്ന സഹകരണ ബാങ്കുകളെ സഹായിക്കുന്നതിനായി കേരള ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരുദ്ധാരണ ലോൺ പൊട്ടൻകാട് ബാങ്ക് എടുത്തിരിക്കുന്നത് ബാങ്കിന്റെ തകർച്ച സൂചിപ്പിക്കുന്നതാണെന്നും ഇലക്ഷനിൽ ജയിക്കാനായി ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ളവർക്ക് മെമ്പർഷിപ്പ് നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലാതെയും തിരിച്ചടച്ച് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ബിനാമി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് എന്നാണ് ഞങ്ങൾക്ക് വീണ്ടും അതിനെ സംബന്ധിച്ച് അടിവരയിട്ട് പറയാനുള്ളത്. ഈ 12 കോടി രൂപയെ സംബന്ധിച്ച് ഈ പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്ക് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വാർഷിക പൊതുയോഗ റിപ്പോർട്ടിനകത്ത് വ്യക്തതയില്ല എന്നതാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ബാങ്കിലെ ക്രമക്കേടുകളെക്കുറിച്ച് സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെന്നും ബാങ്ക് ഓഡിറ്റിനെത്തി ക്രമക്കേട് കണ്ടെത്തിയ ഓഡിറ്ററെ റിപ്പോർട്ട് നൽകാൻ അവസരം നൽകാതെ ഭരണസ്വാധീനം ഉപയോഗിച്ച് സ്ഥലം മാറ്റിയെന്നും മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ, VJ ജോസഫ്, MM ബേബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.